ഹലോ ഗായ്സ്, എന്റെ പേര് എല്ലാവർക്കും നമ്മൾ എക്സ്പെൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അത് നിങ്ങൾ കണ്ട രണ്ട് പുതിയ മണ്ടന്മാര് എന്റെ വില്ലേജർ ബ്രീഡർ വർക്കിംഗ് ആണ്. ഞാൻ ഒരുപാട് നേരം ഗെയിം ഓപ്പൺ ആക്കിയിട്ടിരുന്നു. ഇന്നലെ ഉണ്ടാക്കിയ ഒരു ബ്രീഡറിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ നേരം ഞാൻ ഇതിനെ ഓൺ ആക്കിയിട്ടിരുന്നപ്പോ ഇന്നലെ ഞാൻ രണ്ട് വില്ലേജർ ഞാൻ കുറെ നേരം ഓപ്പൺ ആക്കിയിട്ടിരുന്നപ്പോ നമുക്കിപ്പോ രണ്ട് പുതിയ വില്ലേജറിനെ ഇതിനകത്തോട്ട് കിട്ടിയിട്ടുണ്ട്. ചില്ലറ സമയമൊന്നുമല്ല എടുത്തത്, ഇവന്മാരെ രണ്ടുപേരെ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് വില്ലേജറും പറ്റൂല, നമുക്ക് ഇനി ഒരുപാട് വില്ലേജർ വേണം. അറ്റ്ലീസ്റ്റ് ഒരു 6 വേണമെന്നാണ് എന്റെ ഓർമ്മ. ആ 6 വില്ലേജറും വലിയ വില്ലേജർ ആയിരിക്കാൻ വേണം. കൂടെ തന്നെ ആ ഒരു ഗ്രീഡ് ഈ ഒരു ഏരിയക്കകത്ത് തന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു ബ്ലോക്കിന്റെ മേളില് ആ ഒരു ഷീപ്പ് നിൽക്കണം, ആ ഒരു രീതിയിൽ. അപ്പൊ ഈ ഒരു ഒബ്സർവർ എടുത്തിട്ട് അതൊന്ന് ഈ ഒരു ഗ്രാസ് ബ്ലോക്കിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കണം. പിന്നെ എന്തോന്നാണ് ഈ ഒരു ഒബ്സർവർ, അത് ഞാനൊന്ന് പറഞ്ഞുതരാം. മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയ ഒരു കംപ്ലീറ്റ് പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നേരെ ഇതിനെ കൊണ്ടുവന്ന് ഈ ഒരു ഗ്രാസ് ബ്ലോക്കിനെ നോക്കി നിൽക്കുന്ന രീതിയിൽ ഈ ഒബ്സർവറിനെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കും. ഇനി ഈ ഒരു ഗ്രാസ് ബ്ലോക്കിന് എന്തോന്ന് മാറ്റം സംഭവിച്ചാലും ഈ ഒരു ഒബ്സർവർ അത് പിക്ക് ചെയ്യും. അതങ്ങനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ബ്ലോക്കിന് പവർ ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് അത്രയും മനസ്സിലായി. ഇനി ഞാൻ ഈ ഒരു ഡിസ്പെൻസർ എടുത്തിട്ട് അത് ഇവിടെ പ്ലേസ് ചെയ്ത് ഒരേ ഒരു പീസ് വർക്ക് ആവുള്ളൂ. അതിനുവേണ്ടി ഈ ഒരു ലെവർ ഞാൻ ഇവിടെ വെച്ചിട്ട് ഒന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അവനത് ഷിയർ ആവുകയും ചെയ്യും. ആ ഒരു വൂളെല്ലാം വന്നിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുകയും ചെയ്യും. ഇതായിരിക്കുന്നുണ്ട് 3 പീസ് വൂള്. ഇനി ഇപ്പൊ ഒരു ഗ്രാസ് സ്പ്രെഡായി. ഇനി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാസ് അവൻ തിന്നും. ആ ഒരു വൂള് വരുമ്പോ തന്നെ ഷിയർ ആവുകയും ചെയ്യും. അതാകണ്ട, അത്രേ ഉള്ളു പരിപാടി. ഇനി എനിക്ക് ഇവിടെ ചുമ്മാ നിന്നാൽ മാത്രം മതി. ഇതിനകത്തോട്ട് ഈ ഒരു വൂള് വന്നുകൊണ്ട്